കുപ്പയായിട്ട് കരുതി, എല്ലാം കുപ്പയായിട്ട് എല്ലാം കരുതി. അത് കൃപയാണ്, ഗ്രേസാണ്. ഗ്രേസ് പ്രവർത്തിക്കണം, ഗ്രേസ് പ്രവർത്തിക്കണം. കൃപ പ്രവർത്തിക്കണം. സ്ഥലം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, രണ്ട് കാര്യം സ്തുതിക്കട്ടെ. ഈ സമയത്ത് വലിയ വിടുതല്, പോരാ പോരാ പോരാ, വലിയ വിടുതല്, വലിയ സൗഖ്യം. പൈശാചി ബന്ധനടിഞ്ഞു പോകട്ടെ, സാത്താന്റെ ശക്തിയിൽ വിട്ടു പോകട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർമ്മിക്കുക, ഞാൻ എൻ്റെ ആത്മീയ ഗുരുവുമായി ഒരുമിച്ച് ഞങ്ങൾ ഒരു വണ്ടിയെ പോവുക. 95കളിലാണ് പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വണ്ടി ഇങ്ങനെ റോഡ് വെച്ച് ബ്ലോക്കായി. ചെറിയൊരു റോഡാണ്, എറണാകുളത്തുള്ള റോഡാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോഴാണ് വഴി വെച്ച് ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഇടതുവശത്തൊരു വീട്, വെളുത്തൊരു വീട്. അപ്പോൾ വീട് കണ്ടപ്പോൾ വീടിൻ്റെ മുറ്റത്തൊരു ഒരു പ്രത്യേക തറയും കുറേ ചെടി, ഒരു പ്രത്യേകതര അവർ വർഷിപ്പ് ചെയ്യുന്ന മരങ്ങൾ. അപ്പോൾ അതിൻ്റെ മുമ്പിലും അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ സംഭവം ഇപ്പം നമ്മളെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതെങ്ങനെ ഒരു മരം അല്ലെങ്കിൽ ഈ സംഭവം എങ്ങനെയാണ് മനുഷ്യനെ ബ്ലോക്ക് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഫിലോസഫി പഠിച്ച്, തിയോളജി പഠിച്ച് നന്നായിട്ട് അതിൻ്റെ ചിന്തകളും അതിൻ്റെ കാഴ്ചപ്പാടുകളും, അത് മൂട്ടുപടമുണ്ട്. ഇതെല്ലാം നമ്മളെ മൂട്ടുപടമുണ്ട്. പഠിച്ചതെല്ലാം നമുക്കൊരു മൂട്ടുപടമായിട്ട് മാറും. സത്യത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്ന ചില സംഭവമുണ്ട്, ചിലപ്പോൾ അപകടമുണ്ട്. സ്ഥലപ്പെടുത്തി പറയാം ഹല്ലേലൂയ. അപ്പോൾ സംശയം വന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണം, നോക്കിക്കോളാൻ പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അത്ര കൃപയായിരുന്നു. എൻ്റെ ആത്മീയ ഗുരുക്കന്മാർക്ക് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പവർ. അങ്ങനെ കുരിശ് വരച്ചു. അതിനുശേഷം വണ്ടി പെട്ടെന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. സംഭവിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ, അപ്പോൾ ഈശോ അപ്പോൾ പോകുന്ന വഴിക്ക് പറഞ്ഞു, ഈശോ ഇങ്ങനെ ഈ അത്തിമരത്തെ ഈശോ നോക്കി ശപിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണും. അപ്പം എന്നോട് അവിടെച്ചന് പറഞ്ഞു, നോക്കിയോളൂ, ഒരു അടയാളം കാണും, പിന്നീട് നോക്കിയോണം കേട്ടോ. ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയൊരു സംഭവം. 2 ആഴ്ച ഇപ്പോൾ ബോധപൂർവം തന്നെ ഞങ്ങൾ ആ വഴിക്ക് ഈ സ്ഥലത്തോട് പോയി. ഈ സ്ഥലം നോക്കി വെറുതെ കാണാൻ എന്തെങ്കിലും സംഭവിച്ചു എന്നറിയാം. ചെല്ലുമ്പോൾ കാണുന്നത് ഈ പറയുന്ന ചെടി വൃക്ഷം കംപ്ലീറ്റ് കരിഞ്ഞു കിടക്കുന്ന കാണുന്നു. കംപ്ലീറ്റ് കരിഞ്ഞു കിടക്കുന്ന ഞങ്ങൾ കാണാം. പരിശുദ്ധമായ ശക്തി, കൃപ അറിയത്തില്ല, മൂടുപടം കിടക്കുകയോ. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ, അതാണ് എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 17, 18, 19. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടു. അതുകൊണ്ട് ബൈബിളിലെ ചില കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കൂ? പ്രൈസ് ദി ലോർഡ്. ഇത് മുഴുവൻ സംഭവിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും അതേപടി നടക്കുന്ന കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ പോരാ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ഈ ശക്തി വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. യോഹന്നാൻ 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ച് ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 2 കരങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ 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 പോരാ. ആമേൻ. യോഹന്നാൻ 8:47 വചനമുണ്ട്. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ വചനം ശ്രവിക്കും, ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തിന്റെ മക്കൾ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 9-10 വചനം പറയുന്നുണ്ട്. പിശാചിന്റെ മക്കളാരെന്നും അതുപോലെ ദൈവത്തിന്റെ മക്കളാരെന്നും ഇതിനാൽ തിരിച്ചറിയാവുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. അതുകൊണ്ട് ഈ അരൂപികൾ അത് ഭയങ്കര ശക്തമാണിത്. ഈ അരൂപികൾ അനേകം മക്കളിൽ പ്രവർത്തിക്കുന്ന കാണാൻ പറ്റും. അനേകം മക്കൾ ശരീരത്തിൽ കാണാൻ പറ്റും. വീണ്ടും ആളുകൾ ഇങ്ങനെ വിറച്ച് ഒത്തിരി മക്കൾ കഴിഞ്ഞ ധ്യാനത്തിന് ഓർമ്മിക്കുക, അനേകം വന്ന് ഒരു 90% ആളുകൾ രക്ഷപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. 90% ആളുകൾ രക്ഷപ്പെട്ടു.
ഭയങ്കര വിടുതലായിരുന്നു. അവരുടെ ദേഹത്തും തിന്മയുടെ ശക്തികൾ ആട്ടിപ്പായച്ചു കളഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് ആട്ടിപ്പായച്ചു. മാലാഹമാർ വന്നിട്ട് കർമ്മം ചെയ്തു. അത് ആളുകളിലും അച്ഛന്മാർക്കൊക്കെ വിടുതൽ കിട്ടി, സിസ്റ്റേഴ്സിനൊക്കെ വിടുതൽ കിട്ടി. അഭിഷേകത്തോടെ അവർ ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തെ വിളിച്ചു. അവർക്ക് പറഞ്ഞു, അച്ഛാ ഇപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ഇപ്പോഴാണ് സ്തുതിക്കാൻ പറ്റുന്നത്, ഇപ്പോഴാണ് വചനം വായിക്കാൻ പറ്റുന്നത്, ഇപ്പോഴാണ് ബലി അർപ്പിക്കാൻ പറ്റുന്നത്. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, സ്പിരിറ്റ് കയറി പിടിക്കും. ലോകം മുഴുവനുണ്ട് ഈ വചനം എഴുതിയിട്ടുണ്ട്. അതായത് ലൂക്കാ സുവിശേഷം 21:34 ഈ ലോകം മുഴുവൻ നടക്കും. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എന്തെന്നാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും ഇത് നിബന്ധിക്കും. എന്നാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ പേരിൽ നിബന്ധിക്കും. സംഭവിക്കാൻ പോകുന്ന ഇവയിലെല്ലാം രക്ഷപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും. ഈ ലോകം മുഴുവൻ ഇത് വിതയ്ക്കപ്പെട്ടു, സാഹം മുഴുവൻ അടിക്കും. എല്ലാ മക്കളും ദൈവത്തിൽ പിടിക്കും. ഇത് വരുമ്പോൾ മാനസിക രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടും. മെന്റൽ പേഷ്യൻസിന്റെ അളവായി ഏറ്റവും കൂടുതൽ കൂടുന്നതായിരിക്കും. ഒരുപാട് പേര് വിശ്വാസം ഉപേക്ഷിച്ചു. വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി അവരിലേക്ക് നിറയപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് പേര് നിരീശ്വരവാദികളുണ്ടാവും. അതുകൊണ്ടാണ് ആ സ്പിരിറ്റ് കയറും. ഒരുപാട് സഭാവിരുദ്ധമായ അതല്ല സ്പിരിറ്റ് കയറുന്നത്. ഒരുപാട് പേർക്ക് അപ്പനോട് വെറുപ്പുണ്ട്, അമ്മയോട് വെറുപ്പ്, ഭാര്യയോട് വെറുപ്പ്, ഉൾക്കൊള്ളാൻ പറ്റില്ല. ഭയങ്കര പൈശാചികം. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബന്ധമാണ്, ഒരു രക്ഷയില്ല. പിന്നെ ആർക്കും ഒന്നെങ്കിലും ധ്യാനങ്ങളോ കൺവെൻഷനുകളോ നടക്കുകയില്ല. ധ്യാനങ്ങളെ കൺവെൻഷനുകൾ കൊട്ടെല്ലാം കയറി അടിക്കും. കാരണം ഈ സ്പിരിറ്റാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ബ്ലോക്ക് ചെയ്യും, എല്ലാത്തിനും ബ്ലോക്ക്. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിപ്പിക്കത്തില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് പ്രാർത്ഥന ഡൗൺ അടിച്ചു പോകും. നന്നായിട്ട് സ്തുതിച്ചുകൊണ്ട് സ്തുതിപ്പൊക്കെ നിന്ന് പോകും. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നവർക്കൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥ. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കും, പറ്റുന്നില്ല. വിഷമം വരും, ഭയങ്കര വിഷമം വരും. സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി സ്പിരിറ്റ് ഉണ്ട്. ഒത്തിരി പേർക്ക് ആങ്സൈറ്റിയുടെ സ്പിരിറ്റ് കൊടുക്കും. ആങ്സൈറ്റി വെച്ചാൽ എല്ലാ ആകുലത, അമിതമായ ആകുലതയുടെ സ്പിരിറ്റ് വന്നിട്ട് മനുഷ്യ മനസ്സിനെ ബന്ധിക്കുന്നത് കാണാൻ പറ്റും. അമിത ഭയത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, ഭയത്തിന്റെ ആത്മാവ്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് മുഴുവൻ പേടി, ഇരുട്ടിനെ പേടി. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ സ്പിരിറ്റ് ലോകത്ത് പരിവർത്തിക്കുന്നത്. ജ്ഞാനം 17-ാം അധ്യായത്തിന്റെ ജ്ഞാനം 17-3 മുതലുള്ള വചനങ്ങൾ മുഴുവൻ പറയുന്നത് ഈ ഭയത്തിന്റെ ആത്മാവ് ലോകം മുഴുവൻ കയറി പിടിക്കുന്നവർ മൊത്തം കയറി പിടിക്കും. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി മക്കൾ ഈ സ്പിരിറ്റ് ഇവിടെ ദേശത്തുണ്ട്. ഇവിടെ ഒത്തിരി മക്കൾ ഈ സ്പിരിറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഒത്തിരി സ്പിരിറ്റ്സിൽ ഒത്തിരി ഈ വിച്ച് ക്രാഫ്റ്റ് സ്പിരിറ്റ്സ് പ്രവർത്തിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ജോലിയെല്ലാം മുരടിപ്പിച്ച് കളയും, കഷ്ടപ്പെടും, മുഴുവൻ പോകും. അതായത് എല്ലാ നേരെ വരുമ്പോൾ ഒരു അപകടം ഉണ്ടാകും. എല്ലാം ശരിയായിട്ട് വരുമ്പോൾ പെട്ടെന്നൊരു അപകടം ഉണ്ടാകും. ഈ അപകടം ഉണ്ടാകുന്നവരെല്ലാം തീരും, ഒരൊറ്റ നഷ്ടം വരും, അതോടെ മുഴുവൻ തീരും. എല്ലാം പണിത് ഉയർത്തി പോകുമ്പോൾ ഒറ്റ അടിക്കും. അടിക്കുന്നവർ മൊത്തം ദൈവിച്ചു. കാരണം ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അപ്പം പറയും, ഞാൻ എങ്ങനെ സംഭവിച്ചാൽ അറിയത്തില്ല. നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ജ്ഞാനത്തിന്റെ പുസ്തകം 17:8 മുതലുള്ള വചനം കേൾക്കുക. 8 മുതലുള്ള വചനം കേൾക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കേട്ടുള്ളൂ. ജ്ഞാനം 17:8 മുതൽ. അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി. രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു. ഒരുപാട് മക്കളുണ്ട് ഇന്ന്. എനിക്കറിയുന്ന ചില സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിക് ഡോക്ടർമാർ മാനസിക രോഗങ്ങൾ മാറ്റാന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ കൈമലത്തുക. കാരണം വെച്ചാൽ അവർ തന്നെ അവർ നാണം കെട്ടുപോകും. നാണം കെട്ടുക. എനിക്കറിയുന്ന ഒത്തിരി ഡോക്ടർമാരുണ്ട്. അവരെല്ലാം തീരുകയാണ്. അവർ പറഞ്ഞ അച്ഛാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ട്രീറ്റ്മെന്റ് ഇട്ട് കാര്യമില്ല. മദ്യരോഗികൾക്ക് മദ്യപാനത്തിന്റെ മരുന്ന് കൊടുത്തിട്ട് ഫലിക്കുന്നില്ല, എന്ത് കൊടുത്തിട്ടും കാരണം മാനസിക പ്രശ്നം മാറ്റത്തില്ല. കണ്ടോ, ഇവിടെ ബൈബിളിൽ തിരിച്ചൊരു സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്ന് ഏറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അവർ തന്നെ അടിമപ്പെട്ടു. അടുത്തത്, ഭയപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു. ശബ്ദം കേട്ടാൽ തന്നെ പേടിച്ചു വിറയ്ക്കും. അടുത്തത്, അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. അടുത്തത്, ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. ധൈര്യം പോയി, മൊത്തം ധൈര്യം പോകും. ശിഷ്യം ധൈര്യം പോകും, അഭിഷേകം നഷ്ടപ്പെട്ടു. അടുത്തത്, തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അത് തന്നെ തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ചെറിയ പ്രശ്നം മതി, വലിയ പ്രശ്നം പോയില്ല, ഒന്നും ചെയ്ത് കുഞ്ഞു പ്രശ്നം പോലും അവർക്ക് എടുക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല, പക്ഷെ ഒരു പ്രശ്നം എടുക്കാൻ ആണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് ചെറിയ പ്രശ്നം വന്നാൽ ഒട്ടനെ അത് പൈശാചിക ബന്ധനം, ഭയം കെട്ടുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാം നെഗറ്റീവ്, മൊത്തം നെഗറ്റീവോ. ഇന്നത്തെ പിള്ളേർക്കുള്ള മുഴുവൻ നെഗറ്റീവാണ്. സ്പിരിറ്റ് ഓഫ് നെഗറ്റീവ് സ്പിരിറ്റാണ്.
ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ശുശ്രൂഷ സമയത്ത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം വന്ന് നിങ്ങളല്ല ഇന്നത്തെ നിങ്ങൾ. പ്രിസലോഷ്. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന മക്കളെ അല്ല നിങ്ങൾ. പ്രിസലോഷ്. ഇന്നലെയും ഇന്നും കർത്താവിൻ്റെ വിടുതലിൻ്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ആത്മാവ് നിങ്ങൾ ഒത്തിരി പേരെ ഇത് കരകയറ്റിയിട്ടുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, കർത്താവ് നന്ദി പറയട്ടെ. ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി കയടിച്ച് ഉച്ചത്തിൽ പോരാ പോരാ. ആമേൻ. അത് ഇനിയും പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കണം. ഇനിയും നിങ്ങൾ ഒത്തിരി ധ്യാനം കൂടണം. ഒരു പ്രാവശ്യമൊന്നും പറ്റത്തില്ല. ഇതൊന്നും ഒരു ദിവസം ശുശ്രൂഷ എടുത്താൽ ഞങ്ങൾ പോകാൻ പാടില്ലാത്ത, ഞങ്ങൾ പോകില്ലാത്ത, ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണച്ചിൽ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി 6 മാസം 1 വർഷമൊക്കെ ഡെലിവറൻസ് പ്രയർ നടത്തേണ്ടി വരും. പ്രിസലോഷ്. ചിലപ്പോൾ 1, 2, 3 വർഷമൊക്കെ നടത്തിയാൽ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ കംപ്ലീറ്റ് സ്പിരിറ്റിൻ്റെ വിട്ട് പോകുള്ളൂ. ആ ടൈം എടുക്കും. ചിലപ്പോൾ തിരിച്ചു വരും. ഇതിനിടയ്ക്ക് ഇത് തിരിച്ചു കയറാൻ നോക്കും. കാരണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണും ഇഷ്ടപ്പെട്ട വീടും ഇവൻ്റെ ശരീരം തന്നെയായിരുന്നു. പ്രിസലോഷ്. അപ്പോൾ അത് തിരിച്ചു വരാനുള്ള വലിയൊരു ശ്രമം ഇത് നടത്തിക്കൊണ്ടിരിക്കും. അത് വരാതിരിക്കണമെങ്കിൽ വീണ്ടും ആൾ ഉപവാസം എടുക്കണം, ആൾ പ്രാർത്ഥിക്കണം, ആളുടെ ബന്ധങ്ങളെല്ലാം നിർത്തലാക്കണം, പാപകരമായ കൂട്ടുകെട്ട് നിർത്തണം. മൊബൈൽ ഫോണുകളും ടെലിവിഷനും ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് ഇത് വീണ്ടും ഇത് കയറി വരും. അതിന് യാതൊരു മാറ്റവും ഇല്ലത്. വീണ്ടും ക്ലബിനും പരിപാടിക്കും പാർട്ടിക്കും സുഖത്തിനും അതിനും ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് കയറി വരും. വീണ്ടും കയറി വരുമ്പോൾ ആദ്യത്തെ അവന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ മോശമായി. ഹല്ലേലൂയ. അവന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ മോശമായിട്ട് തീരുന്ന കാണാൻ പറ്റും. ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവസാന സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിട്ട് പോകും. അതാണ് സുവിശേഷം കേൾക്കാൻ വരുമ്പോൾ നിങ്ങൾ കർത്താവിന് നിങ്ങൾ തന്നെ മുഴുവനായിട്ട് വിട്ടു കൊടുക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. മൊത്തം സമർപ്പിക്കണം. പൂർണ്ണമായ സമർപ്പണം പറഞ്ഞു. പൂർണ്ണമായി വിട്ടുകൊടുത്താൽ മാത്രമേ ഈ അന്ധകാരത്തെ തൊടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കയറി നമ്മളെല്ലാം അറ്റാക്കി. പ്രിസലോഷ്. വളരെ ഗൗരവമേറിയ സംഭവമാണ്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഇത് സഭ തകർന്നു വേർന്നല്ല, ഈ സ്പിരിറ്റ് കയറി അടിക്കുന്ന. പ്രിസലോഷ്. ചർച്ച മുഴുവൻ തീരുന്നത് സ്പിരിറ്റ് കയറി അടിക്കുന്ന. എനിക്ക് ഇവിടെ സ്വീഡനിൽ ചെന്നപ്പോൾ വലിയൊരു ദേവാലയം, ഒരു 2000 കോടി രൂപയുടെയെങ്കിലും ഒരു പള്ളിയെന്ന് ഞാൻ പറയും. 2000 കോടി രൂപയുടെയെങ്കിലും പള്ളി. അത്രയും ഭയങ്കരം പള്ളിയാണ്. പക്ഷേ പള്ളിയെല്ലാം പൂട്ടിപ്പോയി. കുർബാനയൊന്നും ഇല്ലാതായി. വർഷത്തിൽ ഒരു കുർബാനയേ ഉള്ളൂ. 20 പേര് 25 പേര് കുർബാനയ്ക്ക് വരാറുള്ളെന്ന് അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു. പ്രിസലോഷ്. അടച്ചു പൂട്ടു. സ്പിരിറ്റിൻ്റെ ലോകം ഭയങ്കരമാണ്. അപ്പൊ ഇതിനെ തോൽപ്പിക്കുക വചനം വായിക്കുക. വചനമാകുന്നു വാളെടുക്കാനാണ് പറയുന്നത്. സർവ്വ ഹല്ലേലൂയ. ഇത് യുദ്ധമാണ്. ദൈവത്തിന്റെ മക്കളുടെ യുദ്ധം. ഇത് വചനം വേണം. അതായത് സങ്കീർത്തനം 119:11 അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കണം. എപ്പോഴും ബൈഹാർട്ടായിട്ട് വേണത്. അല്ലാതെ ബൈബിള് നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ബൈബിൾ എപ്പോഴും, പക്ഷെ എപ്പോഴും ഹൃദയത്തിൽ വചനം വേണം. ഹൃദയം നിറച്ച് ദൈവ വചനം വേണം. ഓരോ കൽപ്പനകളെ കുറിച്ചുള്ള വചനം വേണം. ഓരോ ദൈവിക നിയമങ്ങളെ കുറിച്ചുള്ള വചനം വേണം. സങ്കീർത്തനം 119 മൊത്തം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ അഭിഷേകം പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ. പോരാ. ഉച്ചത്തില്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പനക്കലച്ചൻ്റെ അടുത്ത് ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന അച്ഛൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഒട്ടനെ എൻ്റെ ആത്മീയ ഒരു യേശുനാമത്തിൽ ബന്ധിക്കുന്നു പറയുമ്പോൾ വെട്ടിയടിച്ചു. എന്താണ്? പ്രൈസ് ദി ലോർഡ്. അതൊരു അഹങ്കാരത്തിന്റെ സ്പിരിറ്റാണത്. നിലത്ത് കിടന്ന് പെടക്കിയാണ് കിടന്നു. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു സംഭവം. പിന്നെ മുഴുവൻ പാവം, മൊത്തം പാവം. എന്നിട്ട് എല്ലാവരുടെ അടുത്ത് പോയി കൈ പ്രാർത്ഥന മേടിക്കാൻ വേണ്ടി പോകും. മുഴുവൻ അശുദ്ധി അരുവിയിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, അന്ന് ഇവര് പറഞ്ഞു ഇത് കപടാത്മാവാണ്. ഇത് കാപട്യത്തിന് ഹിപ്പോക്രസിയുടെ സ്പിരിറ്റ് ഓഫ് ഹിപ്പോക്രസിയാണ്. ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ മൂടുപടങ്ങൾ മാറ്റിയ സംഭവങ്ങളാണ്. കണ്ണു തുറക്കപ്പോൾ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. വിടുതലിന്റെ ആത്മാവ്, കെട്ടുകൾ, ചങ്ങലകൾ എല്ലാം പൊട്ടിപ്പോട്ടെ. ഉച്ചത്തില് സ്തുതിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതനുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് അദ്ദേഹം കോട്ടയത്തിനടുത്ത് ജെറിക്കോ എന്ന് പറഞ്ഞ ഒരു സെൻറ്റർ നടത്തുന്ന വ്യക്തിയാണ്. ഒരു അൽമായി മകൻ ജോയി ചേട്ടെന്ന് പറയും. എൻ്റെ ഒരു വലിയ സുഹൃത്താണ്. അപ്പം ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു വലിയൊരു മദ്യപാനിയായിരുന്നു. അത് സ്വന്തമായിട്ടൊരു ചാരായ ഷാപ്പും ഒരു കള്ള് ഷാപ്പും ഉണ്ടായിരുന്നു ടൗണിൽ.
വലിയ നല്ല നല്ല സമ്പന്നനായ കുറച്ച് കുറുപ്പന്തറ എന്ന് പറയുന്ന ടൗണ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് പറയുന്ന കുഴപ്പമില്ല. കാരണം വെച്ചാൽ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അതായത് കാരണം അവിടെ ഞാനൊരു 3-4 വർഷം അവിടെ ശുശ്രൂഷയ്ക്ക് ഞാൻ സ്ഥിരം പോകുമായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പം പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കാരണം ഈ ഒരു ചാരായ ഷാപ്പും ഒരു മദ്യ ഷാപ്പും ഉണ്ടായിരുന്നു, ഒരു കള്ള് ഷാപ്പ്, രണ്ടും കൂടിയാണ്. ചാരായം വിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട വ്യക്തി, കുടിപ്പിക്കുന്ന ആൾ, എൻ്റെ ഓണറാണ് പുള്ളി. അപ്പോഴാണ് എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ അടുത്താണ് ഇദ്ദേഹം വചനം കേൾക്കാൻ പോകുന്നത്. പ്രസിലോഷ് എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് പോയി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചങ്ങല മുഴുവൻ പൊട്ടിപ്പോയി. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, വചനമാകുന്ന വാൾ കൊണ്ട് വെട്ടി 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 ആളെ വെട്ടി ഒരുക്കി. പ്രസിലോഷ് ഇന്ന് അദ്ദേഹം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സുവിശേഷ പ്രഘോഷകനാണ്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അതിന്ന് ധ്യാന കേന്ദ്രമായിട്ട് മാറി. പ്രൈസ് ആ ധ്യാന കേന്ദ്രമായിട്ട് മാറി. ആ സ്ഥലം ഇന്ന് ധ്യാന കേന്ദ്രമാണത്. എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ആരാധനയുണ്ട്. ആരാധന നടക്കുന്നത് രസമാണ്. എനിക്ക് ഞാൻ പിള്ളേർ പ്രശ്നം പറയും. ആരാധന നടക്കുമ്പോൾ കുർബാനയുടെ പ്രദർശനമുണ്ട്. കുർബാനയുടെ പ്രദർശനം ആരംഭിക്കുന്നത് ഞങ്ങൾ ചാരായക്കടയിൽ നിന്നാണ്. പ്രൈസ് നിർത്തുന്നത് ഞങ്ങൾ കള്ള് ഷാപ്പിലാണ്. ഹല്ലേലൂയ. തിരിച്ചു കൊണ്ട് നോക്കും. അതെല്ലാം മാറ്റി വെച്ച് എല്ലാം നിർത്തിയിട്ട് അതുകൊണ്ട് കൗൺസിലിംഗ് സെന്ററും കുമ്പസാരവും കുർബാനയുടെയും വേദിയായിട്ട് ഇതാണ്. ചങ്ങല പൊട്ടി കഴിയുമ്പോൾ അത് പൈശാചിക ശക്തിയായിരുന്നു. അതാണ് പൈശാചിക ശക്തിയായിരുന്നു. എൻ്റെ ആത്മീയ ഗുരു വളരെ രക്ഷപ്പെടുത്തിയത് 95. അത് പൈശാചിക ശക്തിയായിരുന്നു. അകട്ട് മുഴുവൻ പൊട്ടി, ചങ്ങല പൊട്ടി കഴിയുമ്പോൾ അഭിഷേകത്തിന്റെ മകനായിട്ട് മാറി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലതരത്തിലുള്ള ചങ്ങല ഇതിൽ കെട്ടിയിട്ടുണ്ട്. വചനം കേൾക്കണം, നിങ്ങൾ വചനം കേൾക്കണം. കർത്താവിന്റെ വചനത്തിനായിട്ട് നിങ്ങൾ ചെവി തുറക്കണം, നിങ്ങൾ ഹൃദയം തുറക്കണം. നിങ്ങൾ റെവലേഷൻ 3:19-20 ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ അവൻ ഉള്ളിൽ പ്രവേശിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലിയൊരു സാക്ഷിയാണ് അദ്ദേഹം. പറഞ്ഞു ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞങ്ങളെല്ലാം ഒരേ ശൈലി കൊണ്ടുവന്നു. അവരെ സ്തോത്ര കാഴ്ച വരുമൊന്നുമില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പരിപാടിയില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷേകത്തിലെ ശുശ്രൂഷ നടത്തുക. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അവർ കർത്താവിൻ്റെ ആത്മാവാണ് അവരെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അരൂപി നയിക്കുകയാണ്. അരൂപി പരിശുദ്ധ ആത്മാവാണ് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഒത്തിരി മദ്യപാനികൾ അവിടെ രക്ഷപ്പെട്ടു. ഒത്തിരി തകർന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചങ്ങല പൊട്ടണം, ചങ്ങലയാണത്. മദ്യപാനത്തെ കുറിച്ചുള്ള വചനം എന്തെന്നറിയോ? നല്ല രസകരമായ ഒരു വചനമുണ്ട് ബൈബിളിൽ. അപ്പോൾ ജോബിൻ്റെ പുസ്തകം 20:13-15 വരെയുള്ള വചനങ്ങൾ. അതായത് അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം. അവനത് രുചി ആസ്വദിക്കാൻ വേണ്ടി അവന് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി അവൻ വായിൽ തന്നെ വെച്ചാലും അത് പിന്നീട് ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായിട്ട് മാറുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെയുള്ള മക്കളൊക്കെ മാനസാന്തരം, അത് സർപ്പവിഷമാണ്. ഇത് ശരിക്കും സർപ്പവിഷം, പാമ്പിൻ്റെ പിശാചിൻ്റെ വിഷമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ശരിക്കും പറഞ്ഞാൽ പിശാചിൻ്റെ വിഷമാണ്. അതൊക്കെ ലോകം മുഴുവൻ ഇത് മുഴുവൻ പിടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആളുകൾ മുഴുവൻ അത് കഴിഞ്ഞ ആളുകൾ വെള്ളക്കാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് അമേരിക്കൻസ് തൊടുമ്പെല്ലാം ബന്ധനം കഴിഞ്ഞ് മുഴുവൻ സ്പിരിറ്റുകൾ മൊത്തം സ്പിരിറ്റാണ് ഇത് കൊണ്ടുവന്നത്. മുഴുവൻ സ്പിരിറ്റാണ് ഈ വസ്ത്രധാരണ. അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾക്ക് സിമ്പിൾ വസ്ത്രമൊക്കെ ധരിക്കുന്നത്. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ സ്പിരിറ്റ്, ആ സ്പിരിറ്റ് എന്ത് പറയുന്നു, ആ സ്പിരിറ്റ് എങ്ങനെയാണ് നമ്മൾ കൊണ്ട് അത് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഫോളോ മീ. ഞങ്ങൾക്ക് ജോയിച്ചേട്ടൻ്റെ കുടുംബം തീർന്നു പോകേണ്ട കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഒരു മദ്യക്കച്ചവടവും കള്ളുഷാപ്പും ചാരായ ഷാപ്പും നടത്തുന്ന വീട് തീർന്നു പോകേണ്ടതല്ലേ. എനിക്ക് മുഴുവൻ മാറിയിട്ട് ഗ്രേസായി. ഭയങ്കര അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര കൃപയായി, ഭയങ്കര അനുഗ്രഹം. ആ ഒരു ആളുടെ വെറൊരു പ്രോപ്പർട്ടിയിലൂടെ ആയിരക്കണക്കിന് സഭ അനുകൂലിച്ചു. സഭ ഒരു അൽമായന് സ്വതന്ത്രമായിട്ട് ശുശ്രൂഷകൾ അനുവാദം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സഭ കൊടുത്തു, പാലാരൂപത കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഞാൻ മിക്കവാറൊക്കെ പോകണം. ഇപ്പം എനിക്ക് പോകാൻ സമയം കിട്ടാറില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രമപ്പെടുത്തി പ്രതി ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഉച്ചത്തില് 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 തിന്മയുടെ അരൂപികളുടെ പ്രവർത്തനം. ഈ അരൂപി മാറാൻ വചനം കേൾക്കണം, വചനം കേൾക്കണം, തൊടണം. നിങ്ങൾ 1 യോഹന്നാൻ 1:1 എത്തണം.
ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ ഉള്ള വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ജീവനുള്ള വചനം, അതാണ് വചനത്തിന്റെ ശക്തി. വചനത്തിലുള്ള മാത്രമേ ഉള്ളൂ. അതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മുടേതായ രീതിയിൽ ഒന്നും ചെയ്യരുത്. എടുത്ത് അതിന് വാളല്ല, പിന്നെ നമ്മുടെ വാള, അത് പിന്നെ പ്രശ്നം ഉണ്ടാക്കും. ഒരിക്കലും നമ്മുടേതായ വ്യാഖ്യാനം നടത്തേക്കരുത്. അതുകൊണ്ട് മദ്യപാനമൊക്കെ തിന്മയുടെ ശക്തിയാണ്, അരൂപിയാണ്. ഈ അരൂപി നമ്മളെ കുടുംബങ്ങളെ അത് സ്പിരിറ്റാണ്. ഇതെല്ലാം സ്പിരിറ്റ്. ഇവിടെ തല്ലൊക്കെ വയ്ക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ കാണാം ഇഷ്ടംപോലെ മദ്യപാനം പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൈശാചികത നിറഞ്ഞ് കഞ്ചാവൊക്കെ എടുക്കുന്ന പിള്ളേരൊക്കെ ബന്ധു ചെയ്യുമ്പോഴത്തേക്ക് കഞ്ചാവിൻ്റെ സ്പിരിറ്റ് അവർ ദേഹത്തുനിന്ന് ഇളകി 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 പോകുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്തുതിക്കുന്നു. വിടുതലിന്റെ ആത്മാവേ യോഹന്നാൻ 8 എഴുതിയെടുത്തോളൂ. യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്താണ് സത്യം? അതാണ് യോഹന്നാന്റെ സുവിശേഷം 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനം. അപ്പം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ട് വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ബന്ധനം ഒഴിഞ്ഞു പോകും. പറഞ്ഞ ഹല്ലേലൂയ. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ലൂക്കാ സുവിശേഷം 4:18-19 കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇത് പ്രഘോഷിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി അത് നമ്മൾ വ്യാപരിക്കുക. അല്ലെങ്കിൽ നമ്മൾ കീഴ്പ്പെട്ടു ഒരുപാട് സ്പിരിറ്റുകൾ അടിക്കുക. അപ്പോൾ ആളുകൾ ഒരുപാട് വിടുതൽ കിട്ടും. ഘട്ടം കഴിഞ്ഞു അവിടെ ആദ്യ ശനിയാഴ്ച ഇത്ര ജനം വരുമ്പോൾ ഞങ്ങൾക്കവിടെ ഈ മുറ്റത്ത് പോലും ആൾക്കാർ ഇരിക്കുക. പള്ളിക്കകത്ത് പോലും കയറാൻ പറ്റുന്നില്ല. ഞങ്ങളൊന്നും കാണാൻ പോലും പറ്റും. അതുപോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവർ പോലും അവിടെ ബന്ധനം വഴിയും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനമാകുന്ന വാളുകൊണ്ട് ദൈവത്തിന് ദൂതന്മാരിറങ്ങി വെട്ടുമാണ്ട് ഇതിങ്ങൾ ബന്ധനമൊക്കെ കഴിഞ്ഞു. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ വലിയ രോഗബന്ധനം അഴിഞ്ഞു പോകും. ക്യാൻസറൊക്കെ വിട്ടുപോകും. എയ്ഡ്സ് രോഗങ്ങളൊക്കെ വിട്ടുപോകും. പാപബന്ധനങ്ങൾ വിട്ടുപോകും. നിരാശ വിട്ടുപോകും. ആത്മഹത്യ ചിന്തകളൊക്കെ വിട്ടുപോകും. ജീവിതത്തെ എല്ലാം വിട്ടുപോകും. ഈ ബന്ധനം അഴിഞ്ഞു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, വചനത്തിനായിട്ട് ഹൃദയം തുറന്നു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വചനം തുറന്നുകൊള്ളും. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിച്ച് ഹല്ലേലൂയ 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 പര 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആമേൻ ആമേൻ ആമേൻ. 1 കൊരിന്തോസ് 6:10 അസന്മാർഗികളും വിഗ്രഹ ആരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഏറ്റു പറഞ്ഞേ എല്ലാവരും അസന്മാർഗികളും വിഗ്രഹ ആരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഡെലിവറി സ്പ്രെയറൊക്കെ നടക്കുമ്പോൾ 100 അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും നടത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങളുടെ സ്ഥലത്ത് നടത്താൻ പറ്റത്തില്ല. വളരെ സൂക്ഷിച്ച ശുശ്രൂഷയിലൂടെ ഭയങ്കര സൂക്ഷിക്കണം. ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ. യേശുവേ നന്ദി. നമ്മൾ എല്ലാ വചനവും കൊടുക്കില്ല ഇവിടെ. വളരെ പ്രധാനപ്പെട്ടൊന്നും മാറ്റി വെച്ച്. യേശുവേ നന്ദി. ഇതൊക്കെ ഞങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റുമോ? ഏത് കൺവെൻഷൻ വിളിച്ചാലും കൊടുക്കത്തില്ല. അന്നാ പറയും കൊടുത്തേക്ക പരിശുദ്ധാവ് ഡിസൈൻമെന്റ് തരും. എല്ലാ ദുരന്തങ്ങളുണ്ടാവും. ഭയങ്കര പാടാണ്. കാരണം ഇത് ഒരു ജനത്തിൽ നിന്ന് ആ സംഭവം വിട്ടുപോകുന്നേ. ഒരുപാട് മക്കൾ ഇത് വിട്ടുപോകുമ്പോൾ ഇത് തമാശക്കളിയല്ല. വിട്ടുമ്പോൾ എന്തോ ഒരു മക്കൾക്കരെ വിടുതൽ സമാധാനം കിട്ടുന്നത്. മക്കളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടുന്നത്. 10-15 ലക്ഷം രൂപ മരുന്ന് മുടക്കി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഒറ്റ ഡെലിവറി പറയുമ്പോൾ സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അന്ത സ്പിരിറ്റ് പ്രവർത്തിച്ചോണ്ടിരിക്കുക. ഈവിൾ സ്പിരിറ്റ് ലോകം മുഴുവൻ കയറി പിടിച്ചിരിക്കുക. അവിടെ ജോലിയെയും വിവാഹത്തെയും കുടുംബത്തെയും വീടിനെയും എല്ലാം കയറി പിടിക്കും. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രശ്നം ഓർമ്മിക്കുക. ഞാൻ സ്വീഡനിൽ പോയപ്പോൾ ഒരു അർമേനിയൻ, അവിടെ ഒത്തിരി അർമേനിയൻ ആൾക്കാരുണ്ടായിരുന്നു. അവർ ശരിക്കും ടർക്കിഷ് ഇറാഖ് പ്രദേശത്തു നിന്നുള്ളവർ അച്ഛന്മാരുണ്ട്.
അപ്പോൾ ഒരച്ഛന് അവിടുത്തെ അച്ഛന്മാർ വിവാഹിതരായ അച്ഛൻ കാത്തലിക്സ് തന്നെയാണ്. ഒരു വിവാഹം കഴിക്കാവുന്ന ഒരു നിയമമുള്ള ഒരു സഭയാണത്, അർമേനി സഭയാണ്. അപ്പോൾ ആ സഭയിൽപ്പെട്ട ഒരു അച്ഛനാണ്. അച്ഛൻ സംസാരിക്കുന്നത് സുറിയാനിയാണ്. സുറിയക്കും അറമായിക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. അറബി അച്ഛൻ അറിയുന്നത് നന്നായിട്ടറിയാം. അപ്പം അച്ഛന് എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ ശരീരം മുഴുവൻ രോഗമോ 58-60 വയസ്സ് പ്രായമുണ്ട്. ആൾക്ക് കരിസ്മാറ്റിക് ശുശ്രൂഷയോ പ്രാർത്ഥനയോടൊന്നും ഒരു വിശ്വാസവും ഇല്ല. ക്രിസ്തുലോഷ് അതൊരു ബന്ധനമാണ്. അതൊരു പൈശാചിക ബന്ധനമാണ്. അതൊരു പൈശാചിക ഈവിൾ സ്പിരിറ്റാണ് തലക്കേറിക്കുന്നത്. ക്രിസ്തുലോഷ്. അപ്പോൾ ഈ അച്ഛനിങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പക്ഷേ ആൾക്ക് എളിമയുണ്ട്. ക്രിസ്തുലോഷ് കരന്തലും പലതും പറഞ്ഞ നല്ല പാവം നല്ലൊരു മനുഷ്യൻ. യേശുനാമത്തിൽ ബന്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അച്ഛൻ ദേഹത്തൂടെ ഒരു അഗ്നി ഇറങ്ങിപ്പോയി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അഗ്നി ഇറങ്ങിപ്പോയി. ആ നിമിഷം അച്ഛൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ സുഖപ്പെട്ടു. പ്രൈസ് ബന്ധനം അഴിഞ്ഞു. കെട്ടഴിച്ചു പോയി. ഈ കൃപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബന്ധനം അഴിച്ചു വിടാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ദൂരെയുള്ള ബന്ധനം അഴിച്ചു വിടാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ രോഗിക്ക് വേണ്ടി ഇവിടുന്ന് ബന്ധിച്ച് കളിച്ചാൽ മതി. അവിടെ കെട്ടഴിക്കാൻ പറ്റും. സ്പിരിറ്റാണ്, മോഡൽ സ്പിരിറ്റ്. ഈ കെട്ടഴിയാതെ ഒരു രക്ഷയില്ല. അന്ധകാരം കയറി പിടിക്കും, ജീവിതത്തെയൊക്കെ ബാധിക്കും. ജോലിയൊക്കെ കയറി പിടിക്കും, ആരോഗ്യത്തെ കയറി പിടിക്കും, വിവാഹത്തെയൊക്കെ കയറി പിടിക്കും, കുഞ്ഞുങ്ങളുടെ പഠനത്തെ കയറി പിടിക്കും. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, സ്തുതിക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാൻ പറ്റിയല്ല. സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് കയറി ക്ഷമിക്കാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല, ത്യാഗം എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ബ്ലോക്കാണ്. യേശുവേ നന്ദി. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനം 91 ചൊല്ലി പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും. രാത്രിയിലെ ഭീകരതയും പകൽപ്പുറത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നീ ഭാഷകളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ തൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കാര്യങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ. സ്തുതിച്ചാൽ മതി. കെട്ടഴി ഉച്ചത്തില് സാത്താന ശക്തികൾ വിട്ടുപോട്ടെ. യേശു നാമത്തിൽ ബന്ധിച്ചിരിക്കുന്നു. ദേശത്തിന് കെട്ടഴിയട്ടെ. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ദൈവമക്കളെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഉറക്കുന്ന കൈയടിച്ച് ദൈവത്തിന്റെ മക്കള് പോരാ 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 പോരാ. ഉച്ചത്തിൽ കൈയടിച്ച് പോരാ. ഉച്ചത്തില് നമ്മൾ വലിയൊരു കൂട്ടായ്മ ഇടുന്ന ആവശ്യം. ഇത്രയും മക്കൾ കൂടി ബന്ധിച്ച് ചെയ്യുമ്പോൾ ഈ ദേശത്തിൻ്റെ കെട്ട് കഴിയും. നമ്മൾ ഒരുമിച്ച് ഏകമനസ്സോടെ. അപ്പോൾ ഈ കെട്ടഴിയണം, ബന്ധനം അഴിയണം. അതുകൊണ്ടാണ് രോഗങ്ങളൊക്കെ വരും, പാപബന്ധനം വരും. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആൾക്കൊന്നും ഉപദേശിച്ച് മനസ്സിലാകത്തില്ല. വെറുതെ സമയങ്ങളെ വെറുതെ സമയങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. രാവിലെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, വെച്ചാൽ നമ്മുടെ അതിശന ശുശ്രൂഷകൾ ഞങ്ങൾ പങ്കെടുത്ത് സൂചിച്ചുകൊണ്ട് സമയത്ത് നാക്കലുണ്ടായിരുന്ന ക്യാൻസർ കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തിയിരുന്നു. പ്രൈസ് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്താണ് സംഭവിച്ചത്. 9 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന കുടുംബത്തിൽ അവർ പറയായിരുന്നു, അവർക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ കൊടുത്ത് അവിടെ ധ്യാനം കൂടി വന്നപ്പാടെ 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബം ദൈവം അനുഗ്രഹം. കെട്ടഴിഞ്ഞ ബന്ധനം വിട്ടുപോയി, ബന്ധനം അഴിഞ്ഞു.
കല്യാണം കഴിക്കാതെ 10-38 വർഷമൊക്കെ നിൽക്കുന്ന പ്രാർത്ഥന ധ്യാനം കഴിഞ്ഞു. പിറ്റേ ആഴ്ച ആലോചന വന്നു, കല്യാണം നടന്നു, നല്ല ജീവിത പങ്കാളി കിട്ടുന്നു, കട്ടഴിയുന്നു, തടസ്സം മാറി, വിസയൊക്കെ എല്ലാം ബ്ലോക്കായി, കടം കയറി, ലക്ഷം കോടിക്കണക്കിനോടെ കടം കയറി. ബന്ധിച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് 6 കോടി രൂപ 7 കോടി കടം ഉണ്ടായിരുന്നു. ഒറ്റ ബന്ധന പ്രാർത്ഥന കഴിഞ്ഞു, പിറ്റേ ആഴ്ച കൊണ്ട് ആ കട്ടഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവൻ ഇപ്പോൾ ക്രിസ്തു സാക്ഷിയായിട്ട് മാറി, സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നു. കഴിഞ്ഞ മുമ്പത്തെ 3 ഫാമിലികളെ കൊണ്ടുവന്നു. 3 ഫാമിലികൾ അവർ ഡൈവോഴ്സിന് അവർ എല്ലാം തീർത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, മിണ്ടുപോലും ഇല്ല. പൈശാചിത്യ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, ഈവിൾ സ്പിരിറ്റ്. അവൻ പോയാൽ മതി. നിങ്ങൾ പാവങ്ങളാണ്, പാവം മനുഷ്യർ, ഇവരൊക്കെ പാവങ്ങളാണ്. എല്ലാവരും നല്ല മനുഷ്യരാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ നല്ല മനുഷ്യരാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ നല്ല മനുഷ്യരാണ്. പക്ഷെ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പിശാചിന്റെ സ്വഭാവം കാണിക്കും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ നല്ല മനുഷ്യർ, എല്ലാ ഭാഷക്കാരും നല്ല മനുഷ്യർ, എല്ലാ ഭാഷക്കാരും നല്ല മനുഷ്യരാണ്. പക്ഷെ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ആ സ്പിരിറ്റിന്റെ സ്വഭാവം കാണിക്കും. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം കാണിക്കും. യേശുവിന്റെ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കും. സാത്താന്റെ രൂപം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കുർബാനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നമ്മൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരം സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഉച്ചത്തില് കർത്താവിനെ സ്തുതിച്ച്, ഉച്ചത്തില് കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.